നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ആദ്യമായാണ് സസ്പെൻഷൻ കിട്ടുന്നതെന്നാണ് പ്രശാന്ത് IAS പറയുന്നത്. സസ്പെൻഷൻ കിട്ടിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. താൻ അറിഞ്ഞുകൊണ്ട് ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല. ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം തനിക്കുണ്ട്. സസ്പെൻഷൻ ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ടില്ല. തുടർ നടപടികൾ അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സസ്പെൻഷനാണിത്. കുറേ കാലം സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച് 5 വർഷം ലോ കോളേജിലും പഠിച്ചതാണ്. അവിടെ നിന്നൊന്നും എനിക്ക് ഈ സസ്പെൻഷൻ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അത് എന്തെന്ന് എനിക്കറിയില്ല. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഉത്തരവ് കൈ കിട്ടിയ ശേഷം ബാക്കി പറയാമെന്നാണ് പ്രശാന്ത് പ്രതികരിച്ചത്. മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്നത് ഭാഷാ പ്രയോഗമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് റൈറ്റ് ടു എക്സ്പ്രസ് ആണ്. എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കണമെന്ന ഭരണഘടനയിൽ ആരും പറഞ്ഞിട്ടില്ല. സർക്കാരിനെയും സർക്കാർ നയങ്ങളെയും വിമർശിക്കരുതെന്നാണ് ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സത്യം ഉറക്കെ പറയുക എന്നതൊക്കെ ആക്ടിവിസമോ പൊളിറ്റിക്സോ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രം എന്നാണ് ധാരണ. സത്യം പറയാൻ പ്രത്യേക സാഹചര്യമൊന്നും വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ പൊളിറ്റിക്സ് തനിക്ക് പറ്റിയതാണോ എന്ന് മാധ്യമങ്ങളോട് പ്രശാന്ത് ചോദിച്ചിരുന്നു. വാറോല കൈപ്പറ്റട്ടെ എന്ന് പറഞ്ഞായിരുന്നു പ്രശാന്ത് മടങ്ങിയത്.